ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാസം എങ്ങാനും പറഞ്ഞിട്ട് പോയതാണ് ജോലിനെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു പുതിയ വീഡിയോ ഇടുക, അല്ലെങ്കിൽ എൻ്റെ ജോബ് എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്ന് അതിനിടയിൽ എനിക്കൊരു ലൈഫ് അപ്ഡേറ്റ് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കും വയ്യാണ്ടായി, മിച്ചുവിനും വയ്യാണ്ടായി. മിച്ചുവിന് ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ റാഷ് വന്ന സമയത്ത് ഇനി അവൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അലർജിയാണ് എന്താണെന്നുള്ളതൊക്കെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പം സ്കിന്ന് ഡ്രൈ ആയിരിക്കും. നമ്മളെപ്പോഴും എ സിയിലല്ലേ ഇരിക്കുന്നത്, സ്കൂളിലാണെങ്കിൽ എ സി ആണ്. അപ്പം അങ്ങനെ വന്നൊരു അലർജിയാണ് അല്ലെങ്കിൽ റാഷസ് ആണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു നന്നായിട്ട് മോയ്സ്ചർ അല്ലെങ്കിൽ നന്നായിട്ട് ബോഡി ലോഷൻസ് ഒക്കെ തേക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പം ബോഡി ലോഷൻസ് ഒക്കെ തേച്ച് അവൻ കുറച്ച് ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം യൂഷ്വലി അവൻ ബോഡി ലോഷൻസ് ഒക്കെ എപ്പോഴും തേച്ചുകൊണ്ട് നിന്നതാ. പിന്നെ എണ്ണ തേച്ച് കുളിപ്പിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാനും ബിസിയായി. മിച്ചു രാവിലെ സ്കൂളിൽ പോവാണ്. ഈ എണ്ണ തേച്ച് കുളിയൊക്കെ നിൽക്കാൻ വേണ്ടി തുടങ്ങി, ക്രീം തേക്കലും നിന്ന്. പക്ഷെ ഇപ്പം വീണ്ടും തേച്ച് ഇപ്പം ഏകദേശം അതൊന്ന് ആ ഒരു ഡ്രൈനെസ് അവിടെ ഇങ്ങനെ ചൊറിയായിരുന്നു, അതൊക്കെ ഒന്ന് നിന്നിട്ട് ചെറിയൊരു കളർ ചേഞ്ച് പോലെ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അതാണ്. പിന്നെ എനിക്കാണെങ്കിൽ വീണ്ടും ഈ ചുമ തുടങ്ങി. അപ്പം ചുമ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കോവിഡിൻ്റെ ആ ചുമ ഉണ്ടായിരുന്നല്ലോ പണ്ടത്തെ, അതാണ് വിചാരിച്ചത്. പക്ഷെ അത് കൂടി വന്ന് എനിക്ക് വയ്യാണ്ടായി. അങ്ങനെ പോയി കാണിച്ച് എക്സ്റേ എടുത്തപ്പോഴാണ് ബ്രോൺകൈറ്റിസ് ആയിട്ടുണ്ട്, 2 ലങ്സിനും അത് എഫക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റിബയോട്ടിക് തന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഇടയ്ക്ക് വിട്ടുപോകും. പിന്നെയും എനിക്ക് ഈ ചുമ, അത് ഭയങ്കര സൗണ്ട്, ഇങ്ങനെ കഫം വരുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് വരുന്നുമില്ല. പക്ഷെ നന്നായിട്ട് ശ്വാസം മുട്ടുക, വീസിങ് ഒക്കെ വന്നു. അങ്ങനെ പോയി കാണിച്ചു വീണ്ടും. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഡസ്റ്റ് അലർജിയും എല്ലാം കൂടി ആയിട്ടാണ് അത് കൂടിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ എടുത്തപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മാസം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാണ്ട് ചുമയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പോസ്റ്റ് കോവിഡിൻ്റെ അല്ല, ബ്രോൺകൈറ്റിസ്. ഒട്ടും പൊടി പറ്റൂല, ഒട്ടും സ്മെല്ല് പറ്റൂല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ്. അത് വിട്, എന്ന് സുഖയുടെ കാര്യം പറയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറയാം, എൻ്റെ ജോലീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നത് നിർവാണ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിലാണ്. അബുദാബിയാണ്. നിർവാണ എന്ന് പറയുന്നത് എത്തുമാർ, അതായത് നമ്മുടെ അബുദാബിൻ്റെ റൂളറിൻ്റെ മകൻ്റെ കമ്പനിയാണ്. മകൻ ഏറ്റെടുത്ത്. അപ്പോൾ ഇതൊരു ഷെയ്ഖ് ഫാമിലിയിലുള്ളൊരു കമ്പനിയാണ് ഇത് വരുന്നത്. അപ്പം അത് നിർവാണ ഹോൾഡിങ്സിൽ നിർവാണ മൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻറ്റ്സ് ആൻഡ് കോൺഫറൻസസ് ബേസിക്കലി. അതിന് അവരെ 2-3 ഇവൻറ്റ്സ് ഉണ്ട് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. ഒരു ഈവസ് എന്ന് പറയും, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇന്നോവേഷൻ സബ്മിറ്റ്. അത് വരുന്നത് മെയ് 20 മുതൽ 22 വരെയാണ് ആ ഒരു ഇവൻറ്റ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഇവൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ STS ആണ്. STS ഉണ്ട്, സ്പേസ് ട്രാവൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്ന് ഈ സെയിം ഈവസ് സാന്റിയാഗോയിൽ വെച്ച് നടക്കുന്ന ഒരു ഇവൻറ്റ്. അങ്ങനെ 3 ഇവൻറ്റ്സിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ആണ് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. മാർക്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടുള്ള മാർക്കറ്റിംഗ് അല്ല, നമ്മൾ ഓഫീസിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. കുറേ പഠിക്കാനുണ്ട്. ഞാൻ ഡിജിറ്റൽ മീഡിയയിൽ പഠിച്ചതിൻ്റെ ഒരു പകുതി പോലും അതിലൊരു അംശമേ ഉള്ളൂ എന്നുള്ളത് ശരിക്കും ജോലിയിലേക്ക് നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിലാണ് എനിക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളതല്ല, എനിക്ക് എന്തൊക്കെ അറിയില്ല എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. വിത്ത് ഗോഡ്സ് ഗ്രേസ് എനിക്ക് നല്ലൊരു ടീമാണ് ഉള്ളത്. കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ശരി, മാനേജർ, എസ്പെഷ്യലി എൻ്റെ മാനേജറിൻ്റെ പേര് രശ്മി എന്നാണ്. ആളാണെങ്കിലും നല്ല എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഐ ക്യാൻ ലേൺ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നുണ്ട്, ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ജോബിൻ്റെ. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ളത്.
അപ്പോൾ ഇതാണ് ഞാൻ ഡിജിറ്റൽ മീഡിയ പഠിച്ചതും എല്ലാം ഇവിടെ ചെയ്യുന്നത്. ഡിജിറ്റൽ മീഡിയ പഠിച്ചതൊരു ചെറിയൊരു ഭാഗമാണെങ്കിൽ അതിനും കൂടുതലായിട്ടുള്ളതാണ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഈ ഡിജിറ്റൽ മീഡിയ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ എവിടെ പഠിച്ചാലും ഇതിൻ്റെയൊക്കെ ഒരു ബേസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലേ. ഇപ്പം എല്ലാത്തിനും ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രം പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നുണ്ടാവുക. ബാക്കി എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഇപ്പം മെറ്റയിലാണെങ്കിലും ശരി, ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും എപ്പോഴും അപ്ഡേറ്റ്സ് വന്നുകൊണ്ട് നിൽക്കുമ്പം നമ്മളും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ പഠിച്ചതിൽ നിന്നിട്ടും ഒരുപാട് കൂടുതലാണ് ഇപ്പം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു ജോലിയിൽ കയറുമ്പം കിട്ടുന്ന എക്സ്പീരിയൻസ് പറയുന്നത് ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ എനിക്കുണ്ടായ ഒരു പോസിറ്റീവ് കാര്യം ഡിജിറ്റൽ മീഡിയ പഠിച്ചതിനെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു ഇൻഫ്ലുവൻസർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഡിജിറ്റൽ മീഡിയ പഠിച്ചത് കൊണ്ട് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒന്നാമത് നമ്മൾ പഠിച്ചത് മാത്രമല്ല, എനിക്ക് ബാക്ക് എൻഡിൽ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇൻഫ്ലുവൻസർ എന്നല്ല കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ളതിനെ കൊണ്ട് അത് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് ഡിജിറ്റൽ മീഡിയ. അപ്പം നമുക്കിതിപ്പം ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, ഓഫ്ലൈനായിട്ടും പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പണി നോക്കുന്നവർക്ക് ഇപ്പം സ്കോപ്പ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ ഒരുപാട് സാലറി പ്രതീക്ഷിക്കരുത് വെറും ഡിജിറ്റൽ മീഡിയ മാത്രം വെച്ചിട്ട്. അതിന് കൂടെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാ കമ്പനിയിലും ഡിജിറ്റൽ മീഡിയയ്ക്ക് മാത്രമായിട്ട് എന്ന് ഞാൻ പറയത്തില്ല, മാർക്കറ്റിങ്ങിൽ ഒരു പോർഷനായിട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ പരിചയത്തിലുള്ളവർ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞവർ, ചില ആൾക്കാർക്കൊക്കെ കിട്ടുന്നതൊക്കെ വളരെ സാലറി കുറവായിട്ടാണെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ഫീൽഡ് പല ഇപ്പോൾ UAE പ്രത്യേകിച്ചിട്ട് പലരും ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അതായത് പുറത്തുള്ള രാജ്യത്തിലേക്ക്, ഇപ്പം ഇന്ത്യയിൽ തന്നെ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്നവർക്കോ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും കമ്പനീസിനോ ഈജിപ്തിലുള്ളവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ വലിയ സാലറി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര എക്സ്പീരിയൻസും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ടോ. പക്ഷേ ഇനീഷ്യലി സ്റ്റാർട്ടിങ് ഭയങ്കര കുറവാണ് സാലറി ഞാൻ കണ്ടെടുത്തോളം. അല്ലെങ്കിൽ ഒരു മാനേജർ ലെവലിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് പിന്നെയും നല്ല സാലറി ഉണ്ട്. പക്ഷെ ഇനീഷ്യൽ പഠിച്ച് കഴിഞ്ഞ ഉടനെ കിട്ടുന്ന സാലറി ഭയങ്കര കുറവാണ്. എനിക്കെന്തോ ഭാഗ്യത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് അതിനെ കൊണ്ടാണ് പേയ്മെൻറ്റ് കുറച്ചും കൂടി ഉള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഇതിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് വേണം നോക്കണം എന്നുള്ളത്. നമ്മൾ എക്സ്പീരിയൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ ഇത് പഠിച്ചത് കുറച്ചുകൂടി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബേസിക് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി, ഓഫ്ലൈൻ തന്നെ ക്ലാസ്സിൽ പോയി പഠിക്കണം എന്നൊന്നുമില്ല, ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പം സെംറിഷ് പിന്നെ ഹബ്സ്പോട്ടൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ എവിടെ ഞാൻ ജോലി ചെയ്തതെന്ന് പറഞ്ഞു, ഏത് കോഴ്സാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ എനിക്കുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് നിർവാണ ഹോൾഡിങ്സ് ബേസിക്കലി ട്രാവൽ ആൻഡ് ടൂറിസം ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് BA ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻ്റ് ആണ്. അത് കൂടാണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെടുത്ത കോഴ്സ് ഡിജിറ്റൽ മീഡിയ ആണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ അവിടെ ഇവിടെ ടച്ച് ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ദൈവം സഹായിച്ചിട്ട്. പിന്നെ ഇവിടുന്ന് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായി. ഒരു അടുത്ത വീഡിയോയിൽ ഇലാബറേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോനെ പിന്നെ ചെയ്യാം. സത്യത്തിലുള്ള സമയമില്ലാത്തതിനെ കൊണ്ടും ഇരുന്ന് സംസാരിക്കാനുള്ളൊരു കാലിബർ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇത് വർക്കിംഗ് ഡേ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ശരിക്കും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ശരിക്കും അത് കാണിച്ചു തരാം. ബാക്കിയുള്ളതിലൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയും, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും എൻ്റെ പഠിച്ച കോഴ്സിനെ പറ്റിയിട്ടും ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം വേറൊരു വീഡിയോ പിന്നെ കാണാം. അതുവരേക്കും